നൃത്താധ്യാപകൻ തിരുവനന്തപുരം വെള്ളായണി സ്വദേശി മഹേഷിന്റെ മരണത്തിൽ വഴിത്തിരിവ്. മഹേഷ് ചികിത്സയിൽ കഴിയവേ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് കുടുംബം ആരോപിച്ചു. മഹേഷിന്റെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ തള്ളി. കഴിഞ്ഞ മാസം 12-നായിരുന്നു തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ വെച്ച് നൃത്ത അധ്യാപകനായ മഹേഷിന്റെ മരണം. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു ബന്ധുക്കളോട് പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കാര്യങ്ങൾ മാറി. മരണം ശ്വാസകോശത്തിൽ രക്തം നിറഞ്ഞതിനെ തുടർന്നാണ്. ശരീരത്തിൽ 20-ലധികം ആഴത്തിലുള്ള മുറിവുകളും ചതവുകളുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാനസിക വെല്ലുവിളിയെ തുടർന്ന് 7-ാം തീയതി ആശുപത്രിയിൽ എത്തിച്ച ശേഷം തുടർച്ചയായി 2 ദിവസം മഹേഷിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ബന്ധുക്കൾ. ഞങ്ങളെ അടിച്ചങ്ങ് വെളിയിൽ ഇറക്കിയിട്ട് അവർ 5-6 ആണുങ്ങളും 3 നേഴ്സുമാരും കൂടിയാണ് അതിനകത്ത് കയറിയത്. ഞങ്ങളകത്ത് നിർത്തിയില്ല. അവൻ്റെ സൗണ്ട് പോലും ഞങ്ങൾക്ക് വെളിയിൽ കേൾക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കതവിൻ്റെ അവിടെ തന്നെ നിന്ന് അവരെന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകണുണ്ടോണ്ട് അവൾ പറഞ്ഞു, അമ്മ എന്തോ സംഭവിച്ച് അവർക്ക് ചിരിച്ചുകൊണ്ട് വേണം. നമ്മൾ ചാടി അകത്ത് കയറി ചെന്നപ്പോൾ നോക്കടി മണിച്ചി എന്നതാ കയറി ഇരുന്ന് എന്നെ നെഞ്ചിലിടിച്ച് എൻ്റെ തലയിലടിച്ച് എൻ്റെ കവാലൊക്കെ അടി 2 കൈയും കാലും കെട്ടിട്ടിരിക്കുക. മണിച്ചി ഇങ്ങി വാടി എൻ്റെ നെഞ്ചിൽ കയറി നാടി എന്നെ ഇടിച്ചത്. ഞാൻ നോക്കുമ്പോൾ നെഞ്ചിൻ്റെ അവിടെയൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോൾ എന്നെ കണ്ടാൽ മണിച്ചി സെൽഫി എന്ന് പറയും. നോർമലാണെങ്കിലും അല്ലെങ്കിലും. അപ്പം ഞാൻ മണി നിനക്ക് ഇപ്പം ഞാൻ സെൽഫി എടുക്കൂല, കെട്ടിയിട്ടിരിക്കല്ലേ. ഇല്ല മണിച്ചി നീ ഇടെന്ന് പറയും. നോക്കിയപ്പം കവിളിൻ്റെ അവിടെ അങ്ങ് നീരി കയറി നെഞ്ചിൻ്റെ അവിടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ആ മടക്കിൻ്റെ അവിടെയൊക്കെ അങ്ങ് ഭയങ്കര പ്രശ്നം. മർദ്ദിച്ച കാര്യം ചികിത്സിച്ച ഡോക്ടറെ മഹേഷിന്റെ സഹോദരി ഫോണിൽ വിളിച്ചറിയിച്ചു. ഉപദ്രവിച്ചിട്ടാണ് കെട്ടിയിട്ടത്, അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് വന്നവര് ഇന്നലെ വന്ന അതേ ആള് തന്നെയാണ് വന്നത്. ഇന്നലത്തേനേക്കാളും വളരെ മൃഗീയമായിട്ടാണ് ഇന്ന് അവനെ അടിച്ചത്. സിസ്റ്റർമാരും കൂടെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ടെങ്കിലും പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വന്ന ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് നിലപാട്. മഹേഷിനെ മർദ്ദിച്ചെന്ന ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ തള്ളി. മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് അന്വേഷണത്തിലിരിക്കുന്നതിനാൽ പ്രതികരിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്ന പിടിവാശിയിലാണ് പോലീസ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ ഗുരുതരമായ മുറിവുകളിൽ കൃത്യമായി സൂചനയുണ്ട് എന്താണ് മരണകാരണമെന്ന്. അന്വേഷണം നടക്കട്ടെ. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.